ഗൈസ്, അങ്ങനെ ഞാൻ വാരണാസി എത്തി. ഇന്നലെ മൊത്തവും പ്രശ്നങ്ങളും കലാപങ്ങളും കലാശക്കൊട്ടൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞുതരാം അത് രണ്ടാമത്. ഇപ്പോൾ ഞാനാണെങ്കിൽ സ്റ്റേഷനിൽ എത്തിയതേ ഉള്ളൂ. ഇവിടെ നല്ല കോടമഞ്ഞ് പോലെയൊക്കെയാണ് കിടക്കുന്നത്. ഒരു വാരണാസി സ്റ്റേഷൻ കാണിച്ചു തരാം, നൈസായിട്ടുണ്ട്. ഇതാണ് വാരണാസി സ്റ്റേഷൻ. അത്യാവശ്യം കൊള്ളാം. ജയ്സൽമേറിൻ്റെ അത്ര കൊള്ളത്തില്ലെങ്കിലും അത്യാവശ്യം കൊള്ളാം. ഇതെന്തോ ഇവിടുത്തെ പ്രതിഷ്ഠയാണ്. ഇനി ഒരു ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ആദ്യം ഒരു റൂം സെറ്റാക്കണം. എന്നിട്ട് ഡോർമെട്രി എന്തെങ്കിലും സെറ്റാക്കിയതിന് ശേഷം ബാഗെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് പുറത്തോട്ട്. അങ്ങനെ ഞാൻ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഹോട്ടലിൽ വന്നിട്ട് പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരി ഇവർ പ്ലാറ്റിലൊന്നുമല്ല തരണം കേട്ടോ, പേപ്പറിലാണ് തരുന്നത്. കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു പേപ്പർ കഷ്ണം പോലത്തെ ഒരു സാധനത്തിൽ പൂരിയും വെച്ചിട്ട് കറി. എൻ്റെ ബാഗ് എടുത്ത് അവിടെ ലോക്ക് റൂമിൽ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇവിടെ പൂട്ടുണ്ടെങ്കിൽ ബാഗ് എടുക്കും. അതുകൊണ്ട് ചെറിയൊരു പൂട്ട് വാങ്ങിച്ച് ബാഗിലിട്ടിട്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ അവർ ബാഗ് അകത്ത് വയ്ക്കാൻ വിടൂല. ഞാനാണെങ്കിൽ റൂം എടുത്ത്, കാരണം ഞാൻ ഫ്രഷ് ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മണ്ടത്തരം കാണിച്ചു. ഞാൻ അവിടെ റൂം എടുക്കണ്ടായിരുന്നു. നേരെ മര്യാദയ്ക്ക് ഇവിടെ വന്നിട്ട് റൂം എടുത്താൽ മതിയായിരുന്നു. ജയ്പൂരിൽ അവിടെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ ഈ കോവിലിൻ്റെ അകത്ത് കയറാനുള്ള പ്ലാനൊന്നും പെട്ടെന്ന് മൈൻഡിൽ വന്നില്ല. ഇപ്പോഴാണ് എനിക്ക് കയറി തൊഴാനുള്ളൊരു ഇത് വന്നത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ റൂം എടുത്തിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ചായ കുടിച്ചിട്ടിരുന്നപ്പോൾ ഒരുത്തനാണെങ്കിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ച് ഒരു സെക്കൻഡ് പോലും ആയില്ല. ഒരു ചള്ളുന്നൊരടി അവനിട്ട് അടിച്ച് അവനെ പരത്തിക്കളഞ്ഞു. അവൻ ഇല്ലാതായി. എന്നിട്ട് രണ്ട് പയ്യന്മാരൊക്കെ എടുത്തിട്ട് ഇടിച്ച് പ്രശ്നമായി. ഞാൻ വന്ന് ഇറങ്ങിയ അപ്പം തന്നെ പ്രശ്നം. ചുമ്മാ ഓരോരുത്തന്മാരോരോ വള്ളി പിടിച്ച് കയറ്റിയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ റാപ്പിഡോ നോക്കില്ല. ഞാനാണെങ്കിൽ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2 കിലോമീറ്റർ നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറഞ്ഞത് ഒരു ദിവസം 15 കിലോമീറ്ററെങ്കിലും നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഇവിടെ അപ്പോൾ 2 കിലോമീറ്റർ നമുക്ക് നടന്ന് തന്നെ തുടങ്ങാം. 2 കിലോമീറ്റർ ബാഗും ചുമന്നുകൊണ്ട് ഞാനിപ്പം ഒരു 2 കിലോമീറ്റർ നടക്കണം. ഇതാണ് ബനാറസ് അഥവാ കാശി അഥവാ വാരണാസി. നിങ്ങൾ വിചാരിക്കും എൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. പക്ഷേ അല്ല, ഇതിവിടുത്തെ കോടയാണ്. ഇന്നലെ രാത്രി മുടിഞ്ഞ കോട. ട്രെയിനിൽ നിന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്ക് ഒരു മണ്ണാങ്കട്ടിയും കാണാൻ പറ്റിയില്ല. എൻ്റെ അളിയ ഇതെന്തൊരു ഇടിച്ച് കൊല്ലും ഇവന്മാരൊക്കെ. ഇവന്മാരിതെന്തോന്നത് മറ്റേ GTA കളിക്കണം ഇവിടെ. ഗൈസ്, ഞാൻ ഇവിടെയാണ് റൂം എടുത്തത്. ആദ്യം അവർ 500 രൂപ ചോദിച്ച് ഞാൻ 400 രൂപയിൽ ഒതുക്കി. കുഴപ്പമില്ല, കിടക്കാം, ബാത്റൂമുണ്ട്, കുഴപ്പമില്ല. അടുത്ത് തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത് തന്നെ. ഒരു 500 മീറ്റർ എന്തോ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഞാനിനി ഫ്രഷൊന്നും ആയില്ല. കോവിലെല്ലാം നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ അസിഘട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഘട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ വരും. അപ്പം ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ ഊബർ വരും. അപ്പോൾ നമുക്ക് നേരെ വേറെ പ്ലാനൊന്നുമില്ല. നോക്കിയപ്പോൾ അസിഘട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അസിഘട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പം അസിഘട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഊബർ എത്താറായിരുന്നു. 1 മിനിറ്റ്. മച്ചാനാണ് നമ്മുടെ മച്ചാൻ. പുള്ളിക്കാരൻ നമ്മളെ കൊണ്ട് അസിഘട്ടിലോട്ട് പോവുകയാണ്. ഈ അസിഘട്ടിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇനി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ആദ്യം അസിഘട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടക്കാം. പിന്നെ വൈകിട്ട് 6 മണിക്ക് അവിടെ ആരതിയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം തന്നെ ഒരു 3 മണിയായി. ഇനി 2 മണിക്കൂറും കൂടെ തന്നെ ഉള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരതിയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വരാം. ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബോട്ട് റൈഡൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബാക്കി കോവിലൊക്കെ നാളെ രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് പോകണം. രാവിലത്തെ ആരതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് 5 മണിക്ക് എണീറ്റ് പോയിട്ട് കോവിലൊക്കെ കയറി തൊഴുതിട്ട് നമുക്ക് വരാം. അസിഘട്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അസിഘട്ട് കാണിച്ചു തരാം. ഇതാണ് അസിഘട്ട്. നമുക്കിവിടെ നിന്ന് അങ്ങറ്റം വരെ നടക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നോക്കി നോക്കാം. ഹൗ മച്ച്? ഷെയറിംഗ് 200 all ghat 1 hour 20 minutes ride. Deep boat. In evening that आरती time आरती अभी नहीं 6:30 बोटिंग है 6:30
हाँ आरती का टाइमिंग। आरती का टाइम बोटिंग है? हाँ है। ओके ओके। आरती तो का आपको बोलेंगे तो आपको घुमा के मैं आरती यहाँ पे देख लीजिएगा, आरती होता है यहाँ पे, आप घूम के आइए। उतने टाइम में टाइम भी कट जाएगा आपका 1 आवर 20 मिनट्स। फिर यहाँ पे बैठ के आरती देख लीजिएगा। आरती इधर? हाँ, या वो जो नहीं छतरी लगा है, ये झंडा इधर ही होता है बगल में। आइए कम। ഗൈസ് അങ്ങനെ ബോട്ട് റൈഡ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം 100 രൂപ തന്നെ ആയിട്ടുള്ളൂ. ഷെയറിംഗ് ബോട്ടാണ്, 100 രൂപ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ബോട്ടിൽ നിന്നുള്ള വ്യൂ. 1.5 മണിക്കൂറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 1.5 മണിക്കൂറിന് 150 രൂപയേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ആരതി കാണാനുള്ള സമയമാവും. ബാക്കിയെല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഉടനെ തന്നെ ബോട്ട് ആരംഭിക്കുന്നതായിരിക്കും. കഴിച്ച് ഇവിടെ രാത്രി പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം മറ്റേ ആരതിയൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാവും. ഞാനിപ്പം ബോട്ടിൽ പോയിട്ട് തിരിച്ച് എത്തിയതേ ഉള്ളൂ. ബോട്ട് റൈഡൊക്കെ പോയിട്ട് അപ്പോൾ കയറിയ സ്ഥലത്ത് കൊണ്ടെത്തിയതേ ഉള്ളൂ. തണുപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പ്, തണുത്ത് വിറച്ച് ഇല്ലാതായി. ഇനി ഇറങ്ങിയിട്ട് വേണം ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റാക്കാൻ. ഇവിടെ എന്തോ പരിപാടി നടക്കുകയാണ്, എന്തോ പാട്ടൊക്കെ പാടണം. എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ചുണ്ടൊക്കെ മരവിച്ചു പോയി. എനിക്ക് ചുണ്ടടച്ച് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല. കണ്ട ഞാൻ ചുണ്ട് തുറന്ന് വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു ചായ കുടിക്കുമ്പോൾ സെറ്റാകുമായിരിക്കും. കണ്ട അടച്ച് വെച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ മറ്റേ ബിഗ് ബോസിലെ അവനായി. എൻ്റെ പേരെന്തിനായിരുന്നു? സാബു മോനായി. സാബു മാൻ. താണ്ഡവം ശിവതാണ്ഡവം ചതുല മൃദുവദ താണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം താണ്ഡവം ശിവതാണ്ഡവം. ഏതോ മലയാളിയാണെന്ന് തോന്നുന്നു. പാട്ട് മലയാളത്തിലാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ല തിരക്കുണ്ട് പാട്ടും ഡാൻസും എല്ലാം കാണാനായിട്ട്. അടുത്ത ആളെത്തി. ഇവിടെ അടുത്ത ഡാൻസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. कलाकारों के साथ धन्यवाद. आप लोग आरती का आनंद लीजिए. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം കാരണം ആ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ആരതിയൊക്കെ കഴിഞ്ഞ് ഞാൻ അത് വീഡിയോ എടുത്തില്ല. ഇനി ഇവിടെ വേറെ പരിപാടി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇനി അങ്ങോട്ട് കുറച്ച് നേരം എന്തായാലും ഇവിടെ കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് കരുതി നടക്കണം. അപ്പോൾ അവിടെ വെച്ച് ആരതിയുടെ സമയത്ത് ഒരു എറണാകുളത്തിൽ നിന്നൊരു മലയാളി ടീമുണ്ടായിരുന്നു. അവർ എൻജിനീയറിങ് പഠിക്കുന്നതാണ്. അപ്പോൾ അവരെ കണ്ട് പിന്നെ അതിനുശേഷം ഒരു അരമണിക്കൂർ എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. 6:30 തുടങ്ങി 7 മണിയാണ്. അരമണിക്കൂറിൻ്റെ ആരതിയായിരുന്നു. കൊള്ളാം, നല്ല രസമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഞാനാണെങ്കിൽ അങ്ങനെ അത് കണ്ടിട്ട് അങ്ങനെ നിന്നു. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങറ്റം വരെ നമ്മൾ ബോട്ടിൽ പോയ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും.
അപ്പം നമുക്ക് നടക്കാം. ഞാൻ അതൊക്കെ വീഡിയോ ചിലപ്പോൾ തന്നെ എടുക്കും. ഞാനൊന്ന് കണ്ട് നടക്കാമെന്ന് കരുതി. നല്ല ഗൈസ്, ഞാനിവിടെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പം ഒരു ശിവൻ്റെ അമ്പലമാണ്. പക്ഷേ ഇവിടെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ശിവ ശിവ എന്ന്. വാരണാസിയിൽ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നു ശിവ ശിവ എന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെപ്പറ്റി ഞാനിനി ChatGPTയുടെ അടുത്ത് ചോദിക്കണം. ഞാൻ ഇന്ന് കയറണില്ല, കാരണം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം നാളെ രാവിലെ കുളിച്ചിട്ട് രാവിലത്തെ ദർശനം കാണാൻ വേണ്ടി വരാൻ പറ്റുമോ നോക്കാം. രാവിലെ ഭയങ്കര തണുപ്പാണ്, അതാണ് കണ്ട. രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് 12 മണിക്കേ തണുപ്പ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, രാവിലെ 5 മണിക്കൊക്കെ തണുപ്പായിരിക്കും. എന്നാലും ഞാൻ മാക്സിമം രാവിലത്തെ ആരതി കാണാൻ വേണ്ടി വരാൻ ശ്രമിക്കും. ഇവിടെ മറ്റേ ഈ സാധനം പറപ്പിക്കുകയാണ് അവർ. മറ്റേ ആനന്ദ സിനിമയിൽ ആ സാധനം പറപ്പിക്കുന്ന പോലെ ഒരു സാധനം ഇവിടെ പറപ്പിക്കുകയാണ്. ഐ ലവ് യു അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണ് കേട്ടോ. അവർക്കിഷ്ടമുള്ള സാധനം. അയ്യോ, അത് പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്നൊരു പടി കയറി ഇങ്ങനത്തെ ഒരു ഇടവഴിയിലൂടെ നടന്ന് എൻ്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ഞാൻ ഇതുപോലത്തെ ഒരു ഇടവഴി കൂടെ തന്നെ പോകണം. ഇതുവരെയായിട്ടും മെയിൻ റോഡ് എത്തിയില്ല. കുറേ നേരമായി ഇതുവഴി തന്നെ പോകണം. നോക്കാം. ഇതാണ് കാശി വിശ്വനാഥ് ടെമ്പിൾ. നമുക്ക് ഇന്ന് കയറാൻ പറ്റത്തില്ല, കാരണം ഞാൻ കുളിച്ചില്ല. അവിടെ നട അടച്ചു കേട്ടോ. നമുക്കിനി നാളെ കയറാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇല്ല, ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ആളുകൾ. ഇന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. മണി എത്ര? 24 മണിക്കൂർ ഇല്ലല്ലോ, 9:44. ചിലപ്പം 11 മണി. രാത്രിത്തുള്ള പൂജയൊക്കെ കാണുമെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. എപ്പോഴും നല്ല തിരക്കുണ്ട്. ഇത് എൻട്രൻസ് അല്ലേ? ഇത് ഗേറ്റ് നമ്പർ 4 ആണ്. അപ്പം ഗേറ്റ് നമ്പർ 1 വേറെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട് സൈഡ് ഓപ്പോസിറ്റാണ്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഒരു മസാല ദോശ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഫുള്ളും സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ കൂടുതൽ ആളുകൾ പറഞ്ഞതെന്ന് തോന്നുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്ന് നല്ല രീതിയിൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്തടുത്ത് കടകൾ സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്. ഇഡ്ഡലി, ദോശ, മസാല ദോശ. ഞാനാണെങ്കിൽ അവിടെ നിന്നൊരു മസാല ദോശ കഴിച്ചു. ഇവിടെ എന്തോ വെറ്റിലയിൽ പൊതിഞ്ഞെന്തോ കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കാനുള്ളതാണ്. നമുക്കൊന്ന് വാങ്ങി കഴിച്ചു നോക്കാം. ഇസ് ഇറ്റ് ഗുഡ്? ഗുഡ്. യു ഈറ്റ് എയർലി? No, not really. First time? Then how you know it's good? I listen from everybody, that's why. Okay. അപ്പോൾ പുള്ളിക്കാരൻ പറയണത് നല്ലതാണെന്നാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് ഇവിടെ ബനാറസിലുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും അതിനകത്ത് കെട്ടി പൊതിയുന്നുണ്ട്. അത് വാങ്ങാനുള്ള ആളുകളാണ് ഇതാ നിൽക്കുന്നത്. ഈ കണ്ണാടി വെച്ച പയ്യനാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമുക്കുള്ള സാധനം കിട്ടി. മച്ചാന്മാർ അതാണ് വാങ്ങിച്ചിട്ട് പോണത്. ഉള്ള അണ്ണം വെറ്റിലെടുത്ത് വായിലിട്ടാണ്. നമുക്കുള്ളത് വായിലിടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഗൈസ്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. पीछे मुड़ेंगे. ഇതിനായിരുന്നു അവിടെ ഇത്രയും തിരക്ക്. ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ആക്കും പറ്റേയും ചവച്ചറക്കി പോലെ ഇരിക്കുന്നു.
കൈസ് കൊള്ളൂല. കൈസ് ഇവിടെ വരാണെങ്കിൽ ആരും തിന്നല്ലേ, കൊള്ളത്തില്ല. തുപ്പലൊക്കെ ഒരുമാതിരി പാൻപരാക്ക് തിന്നിട്ട് ചവച്ച് തുപ്പ പോലെയാണ് തുപ്പലൊക്കെ പോണത്, ചുവപ്പ് കളറിന്. ഇവിടെ വേറെ എന്തോ കൊടുക്കുന്നുണ്ട്, നമുക്ക് അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അത് പാല് വെച്ചിട്ട് എന്തോ ഒരു സംഭവമാണ്. പാലായോണ്ട് ഞാൻ പിന്നെ കുടിച്ചില്ല. ബാങ്ക് കിട്ടും. കണ്ട കൈ തുപ്പലൊക്കെ ചുവപ്പ് കളറിൽ പോകണം. മൈര അവൻ എന്തിനടുത്ത് തേച്ച് തന്നാ കണ്ണാടി വെച്ച പുണ്ടച്ചിയാണ് പറഞ്ഞത്. സൂപ്പർ സാധനം അണ്ണ തിന്നണ്ണ എന്ന് പറയുന്നത് മൈര. എന്നിട്ട് അവൻ തിന്നാതെ പോയിരിക്കണം പാട്ടി. ഇതിൻ്റെ ചുവ എങ്ങനെയെങ്കിലും മാറ്റണം. ഇതിൻ്റെ ചുവ മാറ്റാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ചായ കുടിച്ചാലേ. മൈര് ഇവിടെ ചായ എന്ന് പറഞ്ഞിട്ട് പാലിൻ്റെ കന്നാസൊക്കെയാണ് എടുത്ത് വെച്ചത്. ഗൈസ് അവിടെ എന്തോ തീയും പുകയും വരുന്നുണ്ട്. അവിടെ എന്തോ കുടിക്കുകയാണ് ആളുകൾ. നമുക്കൊന്ന് നോക്കി നോക്കാം. ഗൈസ് ആ പാല് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലായിടത്തും ഇതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് കുടിക്കുന്നുണ്ട്. ഗൈസ് നോർമൽ പാലാണ്. അത് കൊള്ളാമെന്ന് പറഞ്ഞ് നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇത് നൈസ് രുചിയാണ്. മറ്റവന്മാരെ പോലെ പറ്റിച്ചില്ല. ഇത് കൊള്ളാം ഗൈസ്, നല്ല രുചിയുണ്ട്. നൈസ്. I eat Benares pan. You know Benares pan? Yes. There are a lot of shops there. Yeah. Right. You can try anywhere. I didn't like that, but this is good. You know, different kind of people are there and shops are there, but few are famous. But this one is the famous one. Okay. Yes. What is the another dish in famous in Benares? You must try. So what you would like to have it? South Indian or North? അവിടെ നിന്നൊരു പാല് കുടിച്ച് കൊള്ളാം, നല്ല രുചിയുണ്ടാവും. മറ്റേ അതിൻ്റെ ചുവ അങ്ങ് മാറി കിട്ടി. ഇനി ഇവിടെ നിന്നൊരു ആളെന്തോ കഴിക്കുകയാണ്. നമുക്ക് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ആളിതെന്തോ കഴിക്കുകയാണ്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് മലായി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു ഐസ്ക്രീം പോലത്തെ ഒരു സാധനം, തൈരൊക്കെ വെച്ചിട്ട് പോലത്തെ ഒരു സാധനം. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 50 രൂപയായി. ഞാൻ അത് എന്താണെന്ന് കാണിച്ചു തരാം. മലായി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമ്മൾ ബനാറസി പാൻ കഴിച്ച് തീട്ട സാധനം, പിന്നെ നമ്മൾ പാല് കുടിച്ച്, പാല് കൊള്ളാം. പിന്നെ നമ്മൾ മലായി കഴിച്ച്. മലായി കുഴപ്പമില്ല. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഇത് 3-ൽ പാല് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി 2 എനിക്ക് പാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് വാള് വയ്ക്കുമായിരുന്നു. എന്തോ ബാക്കി 3 എല്ലാം കൂടെ അടിച്ച് കയറ്റി ഛർദ്ദിക്കാൻ പറഞ്ഞു. മുച്ചെറിഞ്ഞാൽ വാള് വയ്ക്കും കേട്ടോ. ഗായ്സ് ഇവിടെ മുക്കിലും മൂലയിലും തിരിഞ്ഞ ഫുള്ള് ഫുഡ് തന്നെ കേട്ടോ. എല്ലായിടത്തും ഓരോ സ്ഥലത്തും ഓരോ കടയിലും ഓരോ വെറൈറ്റി ഫുഡുകളാണ്. അങ്ങറ്റത്തിൽ നിന്ന് കഴിച്ചു തുടങ്ങിയാൽ ഇങ്ങറ്റെത്തുമ്പോഴത്തേക്ക് ബനാറസിലുള്ള എല്ലാ ഫുഡും നമുക്ക് തിന്ന് തീർക്കാൻ വേണ്ടി പറ്റും. ഇത് കാശി വിശ്വനാഥ് കോവിലിലോട്ട് പോണ വഴിക്കുള്ള സ്ഥലമാണ്. അതാ ജംഗ്ഷനെത്തി നേരെ പോയ അസീഘട്ട്, മറ്റേ ഭാരത് യൂണിവേഴ്സിറ്റി, അടുത്തോട്ട് പോയ ദശാനർഘട്ട്, വിശ്വനാഥ് ടെമ്പിള് നേരെ പോകണം. വലത്തോട്ട് പോയ മധുവിത രാത്യാത്ര. നമുക്കെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുള്ളൂ. നോക്കി നോക്കട്ടെ എങ്ങോട്ടാണ് പോകേണ്ടത്. നല്ല മുടിഞ്ഞ തിരക്ക് കേട്ടോ ഇവിടെ. യമണ്ടൻ തിരക്കില്ല ഇവിടെ. വേറെ എന്തൊക്കെ ചെയ്ത് വെച്ചു. എനിക്കിനി കഴിക്കാൻ വയ്യ. ഇനി കഴിച്ചാൽ വാള് വയ്ക്കും. നമുക്കെന്തെങ്കിലും ഇനി മധുരമായിട്ട് എന്തെങ്കിലും ഒരു ലഡു പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും നോക്കട്ടെ. രാത്രി ഇവിടെ കൊള്ളാം കേട്ടോ. നല്ല വൈബുണ്ട്. നല്ല അപ്പുറത്ത് ഫുഡ് സ്പോട്ടും ഫുഡ് കോർട്ടും ലൈറ്റും ആളുകളും ബഹളങ്ങളും നല്ല രസമുണ്ട് കേട്ടോ. രാത്രി ഒരു 2-3 ഫോട്ടോ എടുത്തിട്ട് വരാം.